PM ശ്രീയിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗത്തിൽ വിമർശനം. മുൻ നിലപാടുകൾ പിൻവലിച്ചത് നാണക്കേടെന്ന വിമർശനം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, ഭരണത്തിൽ മറ്റൊന്ന് എന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും വിമർശനം ഉയർന്നു. കോഴിക്കോട് സൗത്ത് MLA PA അബൂ താഹിറിനെ മാറ്റണമെന്നും ആവശ്യമുയർന്നു. മികച്ച വിജയം നേടിയിട്ടും നേതൃത്വം കോഴിക്കോട് ജില്ലയെ അവഗണിച്ചു. പേഴ്സണൽ സ്റ്റാഫുകളെ കോഴിക്കോടിന് തന്നില്ലെന്നും നേതൃത്വം വിലയിരുത്തി. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സതീഷ്, എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ വിമർശനമായി ഉയരുന്നത്? ഇന്നലെ ചേർന്ന കോഴിക്കോട് ജില്ലാ നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ച് ഈ നിലപാട് മാറ്റം, അതായത് PM ശ്രീയിലായാലും മറ്റു വിഷയങ്ങളായാലും അല്ലെങ്കിൽ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നതുമായ നിലപാടുകളിലുമൊക്കെ ഒരു പിന്നോട്ട് പോക്ക് UDF-ൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയാണ് ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ തന്നെ വിമർശനം ഉയർന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മുൻ നിലപാടുകൾ പിൻവലിച്ചത് യഥാർത്ഥത്തിൽ മുന്നണിക്കും പാർട്ടിക്കും, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കും നാണക്കേടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാടും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടും എന്ന രീതിയിൽ പ്രവർത്തകർ പോലും ആ കാര്യത്തെ വിലയിരുത്തുന്നുണ്ട് എന്നുകൂടിയാണ് യോഗത്തിൽ പറഞ്ഞത്. എന്തായാലും നിലവിൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പോലും അത് കൃത്യമായി പ്രവർത്തകരിലേക്ക് എത്തിക്കാനാകുന്നില്ല, അതോടൊപ്പം തന്നെ പ്രവർത്തകർക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കാനാകുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യം കൂടി ഈ ഇന്നലത്തെ യോഗത്തിൽ കൃത്യമായി പ്രവർത്തകരും നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ലീഗിലെ മന്ത്രി നേരത്തെ തന്നെ നൽകാത്തതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിൽ പോലും കോഴിക്കോട് നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതിരുന്നത്. ഇന്ന് MLA കഴിഞ്ഞ ദിവസം MLAക്ക് പേഴ്സണൽ സ്റ്റാഫിൽ PA ആയി നിയമിച്ചത് SUക്ക് അപ്പുറത്തേക്ക്, അതായത് മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനയായ SUക്ക് അപ്പുറത്തേക്ക് NGO അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയായിരുന്നു. അതിന് മാറ്റം, അതായത് PA അബ്ദു താഹിറിനെ മാറ്റി മറ്റൊരാളെ നിയമിക്കണം എന്നൊരാവശ്യമാണ് പാർട്ടി മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം ഇത് നമ്മൾ വാർത്ത നൽകിയതാണ്. അതായത് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ യൂത്ത് ലീഗിലും ഒക്കെ SUവിലെ നിലപാടുകൾക്കെതിരെ, അല്ലെങ്കിൽ SU തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ഈ SUയുടെ നിർദ്ദേശപ്രകാരം സംഘടനാ തലത്തിലുള്ള ഒരാളെ തന്നെ നിയമിക്കണം എന്നൊരാവശ്യമാണ് ഇന്നലെ പാർട്ടി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം അല്ലെങ്കിൽ ഈ MLAയോട് PA മാറ്റണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കാൻ, അതോടൊപ്പം തന്നെ കത്ത് നൽകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ, കാരണം പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ച ആളുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്, ആ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യണം. അതിൽ ഗുരുതരമായ വീഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ഇല്ലാതാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സരീഷ്, എന്തായാലും വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്.